അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ജോജുവിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള വരവിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു സിനിമ കണ്ടതിൻ്റെ പേരിൽ എനിക്ക് തോന്നിയ ഒരു ഒപ്പീനിയൻ, ആ സിനിമയെക്കുറിച്ച് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു അഭിപ്രായം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ പല ആളുകളും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. അപ്പം കൂടുതൽ ആളുകൾക്ക് ബെറ്ററായിട്ട് ആളുകൾക്ക് എന്താണ് ഈ സിനിമ കണ്ട ആളുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഈസിലി മനസ്സിലാക്കാനായിട്ട് അതൊരു പരിധി വരെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം. അപ്പം ഞാൻ ഈ സിനിമ കണ്ടത് വൈകിട്ട് 6:30 ഷോയ്ക്കായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ സിനിമ വർക്കായില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ സിനിമ കണ്ട സമയത്ത് നമുക്കറിയാം ഷാജി കൈലാസിൻ്റെ ഇതിനു മുമ്പുള്ള ഒത്തിരി സിനിമകൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ ആ ഒരു പാറ്റേൺ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് എവിടേക്കോ പാളിപ്പോയോ എന്നുള്ളൊരു പേഴ്സണൽ ഡൗട്ടോടെയാണ് ഞാൻ ഈ സിനിമ കാണാനായിട്ടിരുന്നത്. പിന്നെ ഓരോ ആളുകൾക്കും സിനിമയുടെ ആസ്വാദനവും അല്ലെങ്കിൽ സിനിമ ഓരോ ആളുകൾക്കും വർക്കാവുന്നത് വേറെ വേറെ രീതിയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ട് കൂടാ അങ്ങനെയൊന്നും ഞാൻ ബലമായിട്ട് പറയുന്നില്ല കേട്ടോ. ഇനി എന്നും പറഞ്ഞ് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതെ പോകാം. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഫൈറ്റ് സീനിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഈ സിനിമ ഇതിൻ്റെ പേരും ഇതിനുള്ള ട്രെയിലറും ഇതെല്ലാം നമ്മൾ കണ്ട സമയത്ത് നമുക്ക് പേഴ്സണലി നമുക്കറിയാം ഇതൊരു ഇടിപ്പടമായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണല്ലോ നമ്മൾ പോണേ. അപ്പോൾ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫൈറ്റിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫൈറ്റ് സീൻ കണ്ട സമയത്ത് തന്നെ ആക്ച്വലി എനിക്ക് ചെറിയ രീതിയിലുള്ള കല്ലുകടി ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ഒരു തരത്തിലും നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുമല്ലാത്ത രീതിയിലുള്ളൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നത്. പോട്ടെ, അത് സാരമില്ല, മുന്നോട്ട് പോകുമ്പോൾ ശരിയാകുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനകത്ത് കഥയുടെ ഇമോഷണൽ ട്രാക്കിലേക്കൊക്കെ വരുന്ന സമയത്തും അത് വേണ്ട രീതിയിൽ ആ ഓരോ കാര്യങ്ങളെയും ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് എന്ന് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആ ഇമോഷണലി ആ ഒരു ഓരോരുത്തരുടെയും കഥ ബിൽഡ് ചെയ്ത് വരുന്നു, ഓരോരുത്തരുടെയും ബാക്ക് സ്റ്റോറികൾ പറഞ്ഞു വരുന്നു. ഇതൊന്നും അത്ര പ്രോപ്പറായിട്ട് വർക്കായോ എന്നുള്ളതിന് സംശയമാണ് എന്ന് തന്നെയുള്ളതാണ്. അതേപോലെ തന്നെ അത് എനിക്ക് തോന്നുന്നു മുരളി ഗോപിയുടെ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിന് അത്യാവശ്യം ഡെപ്ത് ഉണ്ട്. പക്ഷേ ആൾ അർഹിക്കുന്ന രീതിയിലുള്ളൊരു ആ രീതിയിലുള്ളൊരു കഥ പറഞ്ഞു പോയ സമയത്ത് അവസാനമാകുമ്പോഴത്തേന് ആൾ അർഹിക്കുന്ന രീതിയിലുള്ളൊരു പരിഗണന ആൾക്ക് കിട്ടിയോ എന്നുള്ളത് സംശയമാണ്. അതേപോലെ തന്നെ ഇടയ്ക്ക് നമുക്കറിയാം മാർക്കോയിലൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള പല ആക്ടേഴ്സും, ഞാനത് കഥയിൽ ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല, അപ്പോൾ അതേ പാറ്റേണും അതേ രീതിയിലും കൊണ്ടുവന്ന് ഇറക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡിഫൻഡർ കുറേ ഉണ്ട് എന്ന് പറഞ്ഞ് അതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ സിനിമയ്ക്കകത്തേക്ക് ഇറക്കിയിട്ട് അതേ ക്യാരക്ടർ എടുത്ത് ഇതിലേക്ക് പ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കിതെന്താ ഇത് തന്നെ കാണിക്കാനാണോ എന്നുള്ളൊരു ഫീൽ നമുക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരാം. അതേപോലെ തന്നെ കഥ പറഞ്ഞു വന്ന സമയത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ, അതായത് വർക്കൗട്ട് ആവുന്നില്ലെന്നേ. അപ്പോൾ അത് കഥയെ കൊണ്ട് നമുക്ക് ഒരു 10 വർഷം മുമ്പ് ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ മേ ബി ചിലപ്പോൾ ഹിറ്റായി പോയേനും. ഇന്നത്തെ കാലത്ത് ഇതത്ര ലോജിക്കലി അല്ലെങ്കിൽ ഇതത്ര ആളുകളിലേക്ക് കൺവേ ആവുമോ എന്നുള്ളത് സംശയമാണെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഈ കഥ നടക്കുന്നത് എന്തായാലും 2025, 26, 27 ആ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു കറണ്ട് കാലഘട്ടത്തിലാണ് എന്നതിന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് കഥയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോകണേ. അപ്പോൾ അതിനിടയ്ക്ക് കല്ലുകടിയായിട്ട് പല രീതിയിൽ ഇന്നത്തെ ഈ ഒരു കാലത്ത് ഈ രീതിയിലാണോ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പോലീസുകാർ ആ കേസ് തെളിയിക്കാനായിട്ട് ഇറങ്ങുന്നതും അല്ലെങ്കിൽ പോലീസുകാർ അന്വേഷിക്കുന്നതും ഈവൻ കാര്യങ്ങളും കാണിക്കുമ്പോൾ നമുക്കത് പേഴ്സണലി ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ സിനിമ പേഴ്സണലി അങ്ങനെ വർക്ക് ചെയ്തില്ല. ഇനി ആരെങ്കിലും എന്നോട് ചോദിക്കുവാണോ ഈ സിനിമ ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണാനുള്ള ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ അങ്ങനെ തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. എന്നാൽ സമയമുണ്ടെങ്കിൽ ചുമ്മാ നേരം പോക്കിന് നമുക്ക് വേണമെങ്കിൽ പോയി തിയേറ്ററിൽ നിന്ന് കാണാം. പക്ഷേ എന്നാൽ പോലും അത്രയൊരു മസ്റ്റ് വാച്ചാണെന്നോ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണേണ്ട സിനിമ ആണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ആവറേജ് മലയാള സിനിമ, ഇതേപോലത്തെ സിനിമകൾ ഒത്തിരി ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എക്സാക്റ്റ് ഇതേപോലെ അല്ല കേട്ടോ, അതായത് ഇതേ പാറ്റേണിലുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പം അതേപോലെ ഒരു സാധാ സിനിമ. സോ സമയമുണ്ടെങ്കിൽ മേ ബി നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാം എന്ന് പറഞ്ഞാലും നിർബന്ധിതമായിട്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്നൊന്നും ഉള്ള രീതിയിലുള്ള സിനിമ ഒന്നുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിനകത്തെ പാട്ടുകളും കാര്യങ്ങളും ഒന്നും അത്ര അങ്ങോട്ട് ഇതായില്ല. അതേപോലെ തന്നെ അർജുൻ അശോകൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, അതും വേണ്ടത്ര രീതിയിൽ കൺവേ ആയോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഈ സിനിമ കണ്ട ആളുകളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് മാത്രം ആണോ അതോ ഈ സിനിമ കണ്ട മറ്റുള്ള ആളുകൾക്ക് എന്താണ് തോന്നിയതെന്നും കൂടെ ജസ്റ്റ് കമൻറ്റിലൂടെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ
ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. അതേപോലെ തന്നെ സിനിമാ മേഖലയിലെ പുതിയ അപ്ഡേറ്റുകളും വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യമാണെന്ന് പരിഗണിക്കണേ. എന്നാൽ മാത്രമേ അത് നിങ്ങളുടെ അടുത്തേക്ക് സമയങ്ങളിൽ എത്തത്തുള്ളൂ. അപ്പം നമ്മൾ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുപിടുത്തം വരെ ടേക്ക് കെയർ, ബൈ.